Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ആദ്യത്തെ പേപ്പർ BCom BBA സ്റ്റുഡൻസിൻ്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ടിപ്സ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു എക്സാമിൻ്റെ റിവ്യൂ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്റ്റാറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ദെൻ മെട്രിക്സിൽ നിന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മെജോറിറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ആദ്യത്തെ പാർട്ടിൽ 15 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, what is mean by an equation? ഞാൻ എന്തായാലും പറഞ്ഞിട്ടായിരുന്നു ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാഡ്രാറ്റിക്കോ ലീനിയറോ എന്തെങ്കിലും. സോ ഇക്വേഷൻ എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം വന്നിട്ടുള്ളത്. രണ്ടാമത് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ ഇൻ 3 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം. ദെൻ മെട്രിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അതാണ് നെക്സ്റ്റ് 2 വന്നിട്ടായിരുന്നത്. ഡിഫൈൻ എ സ്കാലർ മെട്രിക്സ്, ഡിഫൈൻ ഓർഡർ ഓഫ് എ മെട്രിക്സ്. 2 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മെട്രിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ ഷോ ദാറ്റ് ഈസ് സിമെട്രിക് പ്രോബ്ലം ഒരെണ്ണം വന്നിട്ടുണ്ട്. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് 3 into 3 മെട്രിക്സ് വിത്ത് എൻ എക്സാമ്പിൾ, മറ്റൊരു പ്രോബ്ലം 2 വന്നു. ദെൻ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് GP-AP, ഇതിൽ നിന്ന് പ്രോബ്ലം ഉണ്ടായിരിക്കും 2 വെയിറ്റേജിൻ്റെ എന്നുള്ളത്. സോ GP ആണ് വന്ന് ഡിഫൈൻ GP ആൻഡ് റൈറ്റ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് nth ടേം ഓഫ് GP. വളരെ ഈസി അല്ലേ, നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ്. അതുപോലെ തന്നെ HP എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ GP അതുപോലെ തന്നെ HP അതുപോലെ തന്നെ AP ഇതൊക്കെ നിർബന്ധമായി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് തിയറി വരുന്നുള്ളത് വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആന്വിറ്റി എന്താണ്, ഇമ്മീഡിയറ്റ് ആന്വിറ്റി എന്താണ് നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യമാണ്. ദെൻ ഗ്രോയിങ് പെർപ്പച്യൂറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി പ്രതീക്ഷിച്ചാണ് വന്നിട്ടുണ്ട്. ദെൻ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് മറ്റൊരു ചോദ്യം. ദെൻ പിന്നെ സ്റ്റാറ്റിൽ നിന്നാണ് നമ്പർ 1 12ാമത്തെ ചോദ്യം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡ്, മീൻ മീഡിയം മോഡ് ഷുവറായിട്ട് നോക്കാൻ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ജിയോമെട്രിക് മീൻ എന്താണ് മറ്റൊരു ചോദ്യം വന്നു. മീൻ ഡീവിയേഷൻ, ഡിസ്പേർഷൻ എന്ന് വന്നിട്ടുള്ളത്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് സ്റ്റാറ്റിൽ നിന്ന് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു 5-6 പ്രതീക്ഷിച്ചാണ്, 4 ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം സ്റ്റാറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്നാലും 4 കിട്ടും. ഓക്കെ. ദെൻ പിന്നെ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. ഫസ്റ്റ് 2 ചോദ്യങ്ങൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് വന്നു. ദെൻ നെക്സ്റ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ്, ഇൻഡസ്ട്രിയുടെ തന്നിട്ടുണ്ട്. PQ സപ്ലൈ, അതിൻ്റെ ഇക്വേഷൻ തന്നു. വെർ P ഈസ് ദി പ്രൈസ് ആൻഡ് Q ഈസ് ക്വാണ്ടിറ്റി. Pയും Qയും കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. റിപ്പീറ്റ് അല്ല, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എഗെയിൻ മെട്രിക്സ് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. വരാറുള്ളതാണ് ഒരെണ്ണം. ദെൻ ഇനി നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ് അരിത്തമെറ്റിക് മീൻ, ഡിഫൈൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഓൾസോ ഇൻസെർട്ട് ഫോർ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 52 and 77. ഈ ഒരു ടൈപ്പ് ചോദ്യം ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് വന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ GP റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റാണ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം എന്തായാലും നോക്കാൻ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 22. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ₹10,000 for 3 years 5% per annum. ദെൻ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലമാണ് പിന്നെ പാർട്ട് ബിയിൽ വന്നേ. നമ്മളെന്തായാലും നോക്കാൻ പറഞ്ഞാണ് സ്റ്റാറ്റിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷേ 2 പ്രോബ്ലം വരെ ഇടാറുണ്ട് സ്റ്റാറ്റിയിൽ, അവർ ഒരെണ്ണം ഇട്ടുള്ളൂ കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ ഇതാണ് പാർട്ട് ബിയിൽ വന്നത്. SAയിലോട്ട് പോണ സമയത്ത് അവിടെ 4 ചോദ്യങ്ങൾ. നമ്പർ 1 ആദ്യത്തെ മെട്രിക്സ്, പിന്നെ ലീനിയർ ഇക്വേഷനാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25, ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ, മെജോറിറ്റി കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഡിഫൈൻ ആന്വിറ്റി, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആന്വിറ്റി. പിന്നെ ഒരു പ്രോബ്ലം താഴെ പറഞ്ഞിട്ടുണ്ട്, അത് ഈസിയാണ്, ക്വസ്റ്റ്യൻ നമ്പർ 26. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചത് സ്റ്റാറ്റിൽ നിന്നുള്ളൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഡിഫൈൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 27 നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ക്വാർട്ടൈലോ ഏതെങ്കിലും വരുന്നുള്ളത്.
അപ്പോൾ ഇങ്ങനെയാണ് 4 പ്രോബ്ലംസ് പിന്നെ വന്നുള്ളത്. അപ്പോൾ കംഫർട്ടബിൾ ആയുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആകെ കൂടി ഒരു ചേഞ്ച് വന്നത് സ്റ്റാറ്റിയിൽ നിന്ന് പാർട്ട് ബിയിൽ 2 വരാറുണ്ട്, അത് 1 ഇട്ടുള്ള. പാർട്ട് എയിൽ ഒരു 6 വരാറുണ്ട്, അതിൽ 4 ഇട്ടുള്ള. അങ്ങനെ ഒരു ചെറിയൊരു കുറവ് മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണ് എക്സാം വരുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അഡീഷണൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സസ് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.